Hi friends, welcome back to Nista Gallery. അപ്പോൾ ഇന്ന് ഞാനൊരു എളുപ്പത്തിലുള്ള ചിക്കൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാൻ എങ്ങനെയാണ് നോക്കാം. നമുക്കിതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തിട്ടിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിത് അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്നത് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെ പച്ചച്ചവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. തൈരും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ പെപ്പർ റോസ്റ്റാണ്. ഇത് തൈരൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഇനി ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ അത് കണ്ടില്ല, അതിലേത് ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുറന്ന് അപ്പോൾ ഇതാ വെള്ളം ഇനി നല്ല പോലെ വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുറന്നിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ ഇന്നിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കനും ഗാർലിക് ചിക്കനൊക്കെ അല്ലേ തയ്യാറാക്കില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.